നമ്മൾ നീരാറ്റുപേട്ടയുടെ സ്വന്തം ഗാൻമോളുടെ കൂടെ പ്രോഗ്രാമിന് വന്നേക്കണ്ട. ഇവളുടെ നാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തൃശ്ശൂരിൽ നീ കാട്ടുമുക്കി കത്തണം കൊടുക്കത്തെ പണിയാണ്. വീഡിയോ എടുക്കണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചേച്ചി നമ്മുടെ ഫോളോവേഴ്സിന് നല്ലൊരു പോസ് കിട്ടാറുണ്ട്. കുടുംബ സംഗമത്തിന്റെ പരിപാടിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു സമ്മേളനത്തിലുള്ള ആളുണ്ട്. ഇത്രയും വലിയ കുടുംബ സംഗമം എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിലും കൂടുതൽ ആൾക്കാരുള്ള വേറെ കുടുംബ സംഗമം കണ്ടവരുണ്ടെങ്കിൽ കമന്റ് അടിക്കില്ല. ചിലപ്പോൾ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള കുടുംബം ഇവരായിരിക്കും, നമുക്കറിയില്ല. ഒരു സ്കൂളിൽ ചേർത്തുള്ള മൊത്തം പിള്ളേർ ഇവിടുത്തെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. പിള്ളേർ ഫുൾ ഓൺ പവർ ആയിരുന്നിട്ട് നമ്മുടെ പാട്ടിന്റെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് ക്ഷീണിച്ചിരിക്കണം എല്ലാവരും. പ്രോഗ്രാം ഫിനിഷ് ആയപ്പോൾ നമ്മൾ വല്ല ഫുഡ് അടിക്കാൻ പോയി. ഗാൻമോൾ ഡയറ്റ് ആയതുകൊണ്ട് പൊറോട്ടയും ബീഫും മാത്രം കഴിച്ചോളൂ എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും ഡയറ്റിലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ബീഫും വെള്ളവും മാത്രം കഴിച്ചോളൂ. കമന്റിലാരും തെറി പറയലട്ടാ. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഗാൻമോളുടെ വീട്ടിൽ വന്നപ്പോൾ മഞ്ജുമണ വക നല്ല തണുത്ത നാരങ്ങ കിട്ടി. എന്തൊരു സുഖം, സാബാഷ്. അപ്പൊ ഇതിനോട്ട് ബർഗർ മേടിച്ചിട്ട് വേണം ചോദിക്കുന്നു. വലിയ വിശപ്പൊന്നും ഉണ്ടായിട്ടില്ലട്ടാ, നമുക്ക് ഇഷ്ടത്തോടെ തരണല്ലേ കഴിക്കാന്ന് വിചാരിച്ചു. ഡയറ്റ് ആയതുകൊണ്ട് ബർഗറും തിന്നരുതെന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷെ ഒരു കടി അടിച്ച മൊത്തം തിന്നു പോകും. എന്താ ചെയ്യാ? കാലത്ത് എന്റെ ചായക്കടി കിട്ടിയില്ലേ ഈ മുതൽ റീൽ ഉണ്ടാ മതി. അപ്പുറത്തൊരു പോകുമ്പോട്ടിയാ പോലും ഇവിടെ ഒന്നും അറിയാൻ പോണില്ല. എന്തൊരു കഷ്ടല്ലേ. ഇതാണ് എന്റെ സ്വന്തം മഞ്ജുമ. നമ്മ എപ്പ ചെന്നാലും നല്ല വെറൈറ്റി ഫുഡും സ്നേഹവും ആരിക്കൊരു തരും. എന്റെ മുത്താണ്. അപ്പൊ ഞാൻ വീട്ടിൽ പോട്ടെ. ഇപ്പൊ ചെന്നാലും നാട്ടിൽ ഇരുട്ടാകുമ്പോൾ എത്തുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും അടുത്തൊരു വീഡിയോയിൽ കാണാട്ടാ. ബൈ.